ഹലോ ഏഞ്ചലെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തേ നിന്റെ മുഖത്തിനൊരു വിഷമം? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ടോ മോളെ, പറയൂ. എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്? അല്ല, മനുഷ്യന്മാരിങ്ങനെ പരസ്പരം ഒരു സ്നേഹവും വിശ്വാസവും ഐക്യവും ഇല്ലാണ്ട് എല്ലാവരും ദേഷ്യത്തിലും പരസ്പരം കണ്ടാവൊന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോവല്ലേ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ. അത് നിന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? ശരിയാണ്, നമ്മൾ കാണുന്നതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ ലോകത്തെ മാറ്റാൻ പറ്റൂല, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമ്മൾ ചിന്തിക്കണം, ഇവരെല്ലാവരും അവരവരുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ് അല്ലേ? അപ്പൊ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാകാം, അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകാം, സാമ്പത്തിക ബാധ്യതകളുണ്ടാകാം, ഒരുപക്ഷെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യരെപ്പോഴും അല്പം വിഷമത്തിലും ദുഃഖത്തിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെയൊക്കെ കടന്നു പോകുന്നത്. പിന്നെ കൂടുതലായിട്ട് പറയാ, മൊബൈലാണല്ലോ കയ്യിലിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ടും വേണ്ടി എന്താണെന്ന് വെച്ചാൽ സ്നേഹം എന്ന ആ 2 വാക്കാണ്. അതുണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവർക്കും ഒരു സന്തോഷത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു പരസ്പര ഐക്യത്തിലും പരസ്പര ബന്ധങ്ങളിലും ഒക്കെ അവർക്ക് ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഇതെല്ലാം വളരെ മിനിമം ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരി അധികം സ്നേഹിച്ചു അല്ലേ? നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വാത്സല്യത്തോടെ നമ്മൾ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ വളർന്നു വന്നു അല്ലേ? നമ്മൾ മുതിർന്നവർ, അതായത് നമ്മുടെ അപ്പാപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ നമ്മളെ ഒത്തിരി കരുതലോടെയാണ്. അതപ്പോൾ അങ്ങോട്ട് പോയാൽ വീണാൽ അങ്ങനെയൊക്കെയുള്ള നോട്ടത്തിൽ നമ്മുടെ അവരുടെ കണ്ണെപ്പോഴും നമ്മുടെ കണ്ണാണ്. അപ്പം നമ്മളെ അത്രയധികം പരിചരിച്ച് ആ സ്നേഹത്തിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷെ നമുക്കത് ചിലപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ചിലപ്പം നമ്മൾ അനുഭവിച്ച ആ സ്നേഹം അവിടെ കിട്ടുന്നില്ലായിരിക്കാം. അപ്പം നമ്മൾക്കൊരു ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. സാരമില്ല, അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന, കാരണം നമ്മളെ കുടുംബത്തിൽ ആ സ്നേഹം ഐക്യവും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ? ആ സ്നേഹം ഐക്യവും നമ്മൾ ഇനിയും അനുഭവിക്കണം. എങ്ങനെ? നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാം ഇല്ലേ? അനുഭവിക്കത്തില്ലേ? നമ്മുടെ അമ്മയെ സഹായിക്കുക, പപ്പയെ സഹായിക്കുക, പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിച്ചു കൊടുക്കുക, അപ്പാപ്പന് എന്തെങ്കിലും സഹായം, ഇതൊക്കെ ആകുമ്പോൾ നിനക്ക് സംതൃപ്തി കിട്ടിയല്ലേ? എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലാണ് നമുക്ക് ആ രക്തബന്ധം എന്ന് പറയുന്നുള്ളത് അല്ലേ? അതുകൊണ്ടാണല്ലോ അമ്മ വഴക്ക് പറഞ്ഞാലും അപ്പച്ചൻ ദേഷ്യപ്പെട്ടാലും അമ്മമ്മ തിരിഞ്ഞു നോക്കാതിരുന്നാലും നമ്മൾ വീണ്ടും അവരുടെ അടുത്തേക്ക് ഓടിച്ചില്ലെന്നാണോ അല്ലയോ? കാരണം ആ ബന്ധം ഒരിക്കലും മുറിക്കാൻ സാധ്യമല്ല, പറ്റില്ല. അപ്പോ പിന്നെ അത് തന്നെയുമല്ല, നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയാകുന്ന ആ കുടുംബത്തിൽ നിന്നാണല്ലോ നമ്മൾ ആദ്യമായി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തത്. നമ്മുടെ ആദ്യ കളരി എന്ന് പറയുന്നത്, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുടുംബത്തിലാണ്. നമ്മുടെ ദേവാലയം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കുടുംബത്തിൽ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അവിടെയല്ലേ? പിന്നെ ഈശോയായ ആരാണെന്നും നമ്മുടെ വിശ്വാസം എന്താണെന്നൊക്കെ പഠിപ്പിച്ച അവരല്ലേ? കുടുംബത്തിലാണ്. അപ്പം നമുക്ക് കുടുംബത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവങ്ങളും ആ സ്നേഹത്തിന്റെ ആഴമൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്തിട്ട് നമ്മുടെ ഈ സ്നേഹം അവരോട് പങ്കുവെക്കുമ്പോൾ അവർക്കും ഉണ്ടാകുന്ന അനുഭവം എല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോൾ നമുക്കൊരു നിർവൃതി കിട്ടും. അതായത് ഒരു ആത്മീയ സന്തോഷം കിട്ടും അല്ലേ? ആ ആത്മീയ സന്തോഷം നമുക്ക് എവിടെ കിട്ടും? എവിടെയാണ് കിട്ടുന്നത്? കുടുംബത്തിൽ കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുകയല്ലേ? അവർ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ അവരെ ആദരിക്കുന്നുണ്ട് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വെളിയിൽ നിന്ന് വരുമ്പോഴൊക്കെ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? എഴുന്നേൽക്ക് ആദരവ് പ്രകടിപ്പിക്കും അല്ലേ? ഇപ്പോൾ അതൊക്കെ കുറവാണ്, എങ്കിൽ പോലും ആ ഒരു ചൈതന്യം നമ്മൾ നിലകൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ആദ്യമായിട്ട് നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കി നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ അമ്മ എന്ത് ചെയ്യും?
നമ്മുടെ കുടിക്കാനോ ചോറിന്റെ സമയത്താണ് ചോറൊക്കെ വിളമ്പി അവർക്ക് കൊടുക്കുമ്പോൾ അവര് സന്തോഷത്തോടെ ഇത് കഴിക്കും. കൊടുത്ത അമ്മയ്ക്ക് സന്തോഷം, കഴിച്ച അവർക്ക് സന്തോഷം അല്ലേ? അപ്പൊ എന്താ, നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നമ്മൾ കുടുംബത്തിൽ സ്നേഹം അനുഭവിച്ചെങ്കിൽ മാത്രമേ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഈ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അവരുടെ വേദനകൾ നമ്മുടെ വേദനകളാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ അവർക്ക് ഒരു സന്തോഷത്തിന്റെ ഇടങ്ങളിലേക്ക് എത്തിച്ചേർക്കുവാനും സാധിക്കും. അപ്പം നമ്മളുടെ പ്രത്യേകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വർഗാനുഭൂതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? ആർക്ക്? നമ്മളാകുന്ന ഈ സമൂഹത്തിൽ നമ്മൾ മൂലം ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? നമ്മൾ അനുഭവിച്ച ആ സ്നേഹം വീട്ടിൽ അത് സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോയി ഒരു ജ്വാലയായി, ഒരു പന്തമായി, ഒരു ഗോളമായി എല്ലാവർക്കും അനുഭവിക്കുവാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവും, ഇല്ലയോ? ഇപ്പം നിനക്ക് സന്തോഷമായോ? മതിയായോ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.